ഇംഗ്ലീഷ് ഐവി ഹെതേര ഹെലിക്സ് ചെടിയുടെ പരിപാലനം ഒരു സമഗ്രമായ വഴികാട്ടി. ഇൻഡോർ ഔട്ട്ഡോർ പൂന്തോട്ടങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചെടിയാണ് ഇംഗ്ലീഷ് ഐവി ഹെതേര ഹെലിക്സ്. ഇതിന്റെ ഭംഗിയുള്ള രൂപവും എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുമെന്നതും ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇംഗ്ലീഷ് ഐവിയെ ആരോഗ്യത്തോടെ പരിപാലിക്കാൻ സഹായിക്കുന്ന ചില പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. ഇംഗ്ലീഷ് ഐവിയുടെ സവിശേഷതകൾ. ഇംഗ്ലീഷ് ഐവിക്ക് സാധാരണയായി കോമൺ ഐവി, യൂറോപ്യൻ ഐവി എന്നീ പേരുകളുമുണ്ട്. ഇതിന് മെഴുകുപോലെയുള്ള നഖത്തിന്റെ ആകൃതിയിലുള്ള ഇലകളാണ്. ഒരു വള്ളിച്ചെടിയായതിനാൽ ഇത് ചുമരുകളിലും മറ്റു പ്രതലങ്ങളിലും പടർന്നുകയറാനോ നിലത്ത് പടർന്നു വളരാനോ ഇഷ്ടപ്പെടുന്നു. വീടിന്റെ അകത്ത് പച്ചപ്പ് നൽകാനും താപനില നിയന്ത്രിക്കാനും പൊടിയും മറ്റ് മലിനീകരണ വസ്തുക്കളും അരിച്ചെടുക്കാനും ഇത് സഹായിക്കുന്നു. ഇംഗ്ലീഷ് ഐവിയുടെ പ്രധാന ഇനങ്ങൾ. ഗ്രീൻ ഇംഗ്ലീഷ് ഐവി കടുംപച്ച ഇലകളും നേരിയ വെള്ളി നിറത്തിലുള്ള ഞരമ്പുകളുമാണ് ഈ ഇനത്തിനുള്ളത്. വെരിഗേറ്റഡ് ഇംഗ്ലീഷ് ഐവി ഇലയുടെ അരികുകളിൽ മഞ്ഞ വെള്ള നിറവും മധ്യഭാഗത്ത് പച്ച നിറവുമുണ്ട്. ട്രീ ഐവി എക്സ് ഫാച്ചെതര ലിസി ഇതൊരു സങ്കരയിനമാണ്. ഒരു കുറ്റിച്ചെടിയുടെ രൂപത്തിലാണ് ഇത് വളരുന്നത്. ഇംഗ്ലീഷ് ഐവി പരിപാലിക്കേണ്ട രീതി. പ്രകാശം. ഈ ചെടിക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല. ഭാഗികമായ തണലിലോ പരോക്ഷമായ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തോ വെക്കുന്നതാണ് നല്ലത്. കടുത്ത വെയിലിലകൾ വാടാനും മഞ്ഞളിക്കാനും കാരണമാകും. അതിനാൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലുള്ള ജനലുകൾക്ക് സമീപം വെക്കുന്നത് ഉചിതമാണ്. നനയ്ക്കൽ. മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം നനയ്ക്കുക. അമിതമായി നനയ്ക്കുന്നത് ചെടിയെ ദോഷകരമായി ബാധിക്കും. വെള്ളമൊഴിക്കുമ്പോൾ അത് മുഴുവൻ മണ്ണിലേക്ക് ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തുക. ആർദ്രത. ഇലകൾക്ക് ഈർപ്പം ആവശ്യമാണ്. അതിനാൽ ദിവസവും ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്യുകയോ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുകയോ ചെയ്യാം. മണ്ണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം. പൂന്തോട്ടത്തിലെ മണ്ണ് വെർമികമ്പോസ്റ്റ്, കൊക്കോപീറ്റ്, പെർലൈറ്റ് എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കുന്നത് നല്ലതാണ്. വളം. ആവശ്യത്തിന് മാത്രം വളം നൽകുക. NPK പോലുള്ള സാധാരണ വളങ്ങൾ 15 ദിവസത്തിലൊരിക്കൽ ഉപയോഗിക്കാം. കൂടുതൽ വളം നൽകുന്നത് ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകാൻ കാരണമാകും. ഒതുക്കിവെട്ടൽ, പ്രൂണിംഗ്. നിർബന്ധമില്ലെങ്കിൽ പോലും ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യാനും ചെടിയുടെ ആകൃതി നിലനിർത്താനും ഇത് സഹായിക്കും. പ്രൊപ്പഗേഷൻ. ചെടിയുടെ തണ്ടുകൾ മുറിച്ചെടുത്ത് വെള്ളത്തിലോ ഈർപ്പമുള്ള മണ്ണിലോ നട്ടാൽ പുതിയ ചെടികൾ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. സാധാരണ പ്രശ്നങ്ങളും പരിഹാരങ്ങളും. കീടങ്ങൾ. ഇലകളിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളും സ്പൈഡർ മൈറ്റുകളും ഇതിനെ ബാധിക്കാം. വേപ്പെണ്ണ ലായനി ഉപയോഗിച്ച് ഇവയെ തുരത്താവുന്നതാണ്. ഇലകൾ വാടുന്നത്. ഇത് അമിതമായി നനയ്ക്കുന്നതിനാലോ തീരെ നനയ്ക്കാത്തതിനാലോ ആകാം. മണ്ണിലെ ഈർപ്പം പരിശോധിച്ചാൽ കാരണം മനസ്സിലാക്കാം. ഇലകൾ മഞ്ഞളിക്കുകയും ചുരുളുകയും ചെയ്യുന്നത് കഠിനമായ സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചെടിയെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. ഇംഗ്ലീഷ് ഐവിക്ക് നിങ്ങൾ പരിചരണം നൽകാൻ തയ്യാറാണോ? ഈ വഴികാട്ടി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുമെന്ന് കരുതുന്നു. Like, share and subscribe. Thank you.